സർക്കാരിന്റെ ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരെ കൊച്ചി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചുവെന്ന് ആരോപിച്ച് കൊച്ചി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വികലമായ ബഡ്ജറ്റിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം 5 ലക്ഷം കോടി രൂപ സംസ്ഥാനത്ത് കഴിയുമ്പോൾ 5 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ പൊതുകടം അതിക്രമിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം നേരിടുന്ന ഒരു ആശങ്ക, ഈ സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്ത് അല്ലേ എന്നുള്ള ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമയ്യ പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞ ഒരു കാഴ്ച, നമ്മുടെ രാജ്യത്തിനകത്ത് 7 സംസ്ഥാനങ്ങളിൽ അതിവേഗ റെയിലുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യമുണ്ടായി. രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ അതിവേഗ ട്രെയിനുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ ഒഴിവാക്കിയതായും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിന് ഈ ബഡ്ജറ്റിലൂടെ ലഭിച്ചതായി പറയുന്നത് ഒരു ആമ പരിപാലന കേന്ദ്രം മാത്രമാണ്. കേരളത്തെ ആമ വളർത്തൽ മാത്രം അനുവദിച്ച BJP സർക്കാരിന്റെ സമീപനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും തമ്പി സുബ്രഹ്മണ്യം വ്യക്തമാക്കി. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അവയൊന്നും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ശക്തമായി ഉന്നയിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ അത് നിർവഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. PP ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് സുമിത്, കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി കുറുപ്പശ്ശേരി, ശ്രീനിയസ് പൈ, PK സഗീർ എന്നിവർ സംസാരിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഈ ബഡ്ജറ്റ് കേരളത്തിന് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ 1 രൂപ പോലും കേരളത്തിന് അനുവദിക്കാനായിട്ടുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, മോഡി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷേ അത് വാങ്ങിച്ചെടുക്കാനുള്ള കരുത്ത് പോലും കാണിക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മോഡിയും പിണറായി വിജയനും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായി പോയിട്ട് പോലും സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കുക. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിലെ കടലാമയ്ക്ക് വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ബഡ്ജറ്റാണ്. അതിനുവേണ്ടി ആമയെ വളർത്താൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം, അതിനുവേണ്ടിയാണ് ഈ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അനുവദിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടും അതൊന്നും നടപ്പിലാക്കാതെ കേരള ജനതയെ. തോപ്പുംപടി വസന്തി വിഹാർ ഹോട്ടലിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കൊച്ചുവേളിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.